ജ്യോതി മൽഹോത്ര കേരളം സന്ദർശിച്ചതിലെ വിവാദത്തിൽ ടൂറിസം വകുപ്പിനെതിരായ വിമർശനം ഏറ്റുപിടിക്കാതെ പ്രതിപക്ഷ നേതാവ് ചാരവനിതയാണെന്നറിഞ്ഞാൽ ജ്യോതിയെ സർക്കാർ വിളിക്കില്ലായിരുന്നുവെന്ന് വി ഡി സതീശൻ പറഞ്ഞു. ഇൻഫ്ലുവൻസറായ ജ്യോതിയെ എത്തിച്ചത് ഏജൻസിയാണെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് വിശദീകരിച്ചു. BJP നേതാക്കൾ കടുത്ത വിമർശനം ഉന്നയിക്കുന്നതിനിടെ വി മുരളീധരനും കെ സുരേന്ദ്രനുമൊപ്പമുള്ള ജ്യോതിയുടെ വീഡിയോയും പുറത്തുവന്നു. ജ്യോതി മൽഹോത്ര കേരളത്തിലെത്തിയത് ടൂറിസം വകുപ്പിന്റെ ക്ഷണപ്രകാരമാണെന്ന വിവരാവകാശ രേഖയാണ് വിവാദങ്ങൾക്കെല്ലാം ആധാരം. ഇതിന്റെ പേരിൽ BJP നേതൃത്വവും ചില UDF നേതാക്കളും മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ ഉയർത്തിയ വിമർശനം ഏറ്റുപിടിക്കാൻ പ്രതിപക്ഷ നേതാവ് തയ്യാറായില്ല. പാക് ചാരയാണെന്നറിഞ്ഞിരുന്നുവെങ്കിൽ സർക്കാർ ഒരിക്കലും കേരളത്തിലേക്ക് ക്ഷണിക്കില്ല. ഇക്കാര്യത്തിൽ റിയാസിനെ കുറ്റപ്പെടുത്തില്ലെന്നും VD സതീശൻ പറഞ്ഞു. ഞാനത് ഒരു കാരണവശാലും അതിന് ടൂറിസം വകുപ്പിനെയോ ടൂറിസം മന്ത്രിയെയോ ഞാൻ കുറ്റപ്പെടുത്തില്ല. കാരണം ഇവർ വല്ല ചാരപ്രവർത്തകയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഈ വ്ളോഗറെ കേരളത്തിലേക്ക് വിളിക്കില്ല. അവരിവിടെ വരുമ്പോൾ അവർ ചാരപ്രവർത്തകയാണെന്ന് ആർക്കും അറിയില്ലല്ലോ. അതിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജ്യോതിയെ കേരളത്തിലേക്ക് എത്തിച്ചത് ഏജൻസിയാണെന്നും തനിക്ക് പങ്കില്ലെന്നും മുഹമ്മദ് റിയാസ് പറഞ്ഞു. ഇത്തരത്തിൽ വിദേശത്ത് നിന്നടക്കം ഇൻഫ്ലുവൻസേഴ്സിനെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിൽ എത്തിക്കാറുണ്ടെന്നും റിയാസ് പറഞ്ഞു. എല്ലായിടത്തും ഇവർ പോയിട്ടുണ്ടല്ലോ, എല്ലായിടത്തും എല്ലാ സ്റ്റേറ്റിലും പോയിട്ടുണ്ട്. ഇപ്പോൾ BJPയുടെ പല നേതാക്കന്മാരും ഇതിനെക്കുറിച്ച് അന്വേഷണം വേണം മറ്റും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ ഇവർ പോയിട്ടുണ്ട്, എല്ലായിടത്തും പോയിട്ടുണ്ട്. ഇപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ ഈ എന്താ പറയുക, ദേശവിരുദ്ധ പ്രവർത്തനത്തിന് സൗകര്യം ഒരുക്കി കൊടുക്കാൻ വേണ്ടി അതായത് സർക്കാരുകൾ ഇടപെട്ടു എന്നാണ് അവരുടെ വാദം. റിയാസ് മുഖ്യമന്ത്രിയുടെ മരുമകനായതാണോ പ്രശ്നമെന്ന് ചോദിച്ച് മന്ത്രി ഗണേഷ് കുമാർ ന്യായീകരിച്ചു. 41 പേരിൽ ഒരാളാണ് ഈ പറയുന്ന സഹോദരി. അവര് ഒരു ചാരവനിതയാണെന്നോ പാകിസ്ഥാനുമായി സ്പൈ വർക്ക് ചെയ്തെന്നോ മുൻകൂട്ടി കാണാനുള്ള 6ാം ഇന്ദ്രിയം നമുക്ക് പ്രവർത്തിക്കുന്നില്ല. റിയാസ് മുഖ്യമന്ത്രിയുടെ മരുമകനല്ലല്ലോ, ഒരു മന്ത്രിയല്ലേ, ഒരു MLA അല്ലേ. അദ്ദേഹം CPMന്റെ DYPയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആണെന്ന ആളല്ലേ. അങ്ങനെ വെറും ഒരു മുഖ്യമന്ത്രിയുടെ മരുമകൻ എന്ന് പറഞ്ഞ് അങ്ങ് ചെറുതാക്കിയിട്ട് അങ്ങനെ സംസാരിക്കാൻ പാടില്ല. ഇതിനിടെ BJP നേതാക്കളായ വി മുരളീധരനും കെ സുരേന്ദ്രനുമൊപ്പമുള്ള ജ്യോതി മൽഹോത്രയുടെ വീഡിയോ പുറത്തുവന്നു. വന്ദേഭാരതിന്റെ ഉദ്ഘാടന വേളയിലുള്ള വീഡിയോ ആണ് പുറത്തുവന്നത്. റിയാസിനെതിരെ ആദ്യം വിമർശനമുന്നയിച്ച കെ സുരേന്ദ്രനും ഈ വീഡിയോയിലുണ്ട്. BJP പ്രവർത്തകയാണെന്ന് പറഞ്ഞ് ജ്യോതി ഇന്ത്യ പാക് അതിർത്തി കടക്കുന്ന വീഡിയോയും ഇടത് ഹാൻഡിലുകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പാകിസ്ഥാനു വേണ്ടി ചാരവൃത്തി നടത്തിയ ജ്യോതി മുമ്പ് സർക്കാർ ക്ഷണപ്രകാരം കേരളത്തിലേക്ക് എത്തിയത് BJP ദേശീയ നേതൃത്വം തന്നെ പ്രചാരണ വിഷയമാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.